അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സയ്യിദ് അൽ മഷൂർ ആറ്റുകോയത്തങ്ങളാണ്. ഐപ്പുഴ മഹല്ല് കമ്മിറ്റി പ്രസിഡൻ്റാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നടന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സഹോദരൻ്റെ ഒരു കുട്ടി, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്ന് അബദ്ധവശാൽ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയി. അള്ളാഹു തആല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. ആ കുട്ടിക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ആ കുടുംബത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു തആല ഇത്തരം അപകട മരണങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യാൻ ഏൽപ്പിക്കുക. പടച്ചറബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതിനൊരു സബ്സ്ക്രൈബും വേണ്ട, ലൈക്കും വേണ്ട. നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന എത്രയോ മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഇന്ന് രാവിലെ ഇരിക്കൂർ ആഴിപ്പുഴ പുഴക്കടവിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയ മോനായിരുന്നു. ആ മോൻ അവിടെ നിന്നിടത്തുനിന്ന് വഴുതി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആ പൊന്നുമോന്. പടച്ച റബ്ബേ, അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇതുപോലെ എൻ്റെ മോന് കുറേ നാളുകളായി പറയാൻ തുടങ്ങിയിട്ട്, ഉപ്പ എനിക്ക് നീന്തൽ പഠിക്കണം. ഞാനാണെങ്കിൽ തനിച്ചെവിടെയും വിടില്ല. ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ പേടിയാണ്. ഞാൻ പറയും, മോനെ ഉപ്പ പഠിപ്പിച്ചു തരും, ഉപ്പാൻ്റെ കൂടെ പോകാം എന്ന് പറഞ്ഞ് ഒരുപാട് നാളുകളായി. ഇപ്പോൾ 15 വയസ്സായി. ഇടയ്ക്കൊക്കെ പറയാറുമുണ്ട്, ഉപ്പ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ നീന്തൽ പഠിപ്പിച്ചില്ല എന്ന് ഉമ്മയോട് പരാതി പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ടാണ്. ഇതുപോലെ ഒരു ദിവസം പഠിപ്പിക്കാൻ പോയ ഒരു സമയത്തായിരുന്നു ഒരു കുട്ടി ഇതുപോലെ കുളത്തിൽ മുങ്ങി മരിച്ചത്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു. അതിലൊരു കുട്ടി മുങ്ങി മരണപ്പെട്ടു. അപ്പോൾ അന്ന് മോനെയും കൂട്ടി പഠിപ്പിക്കാൻ പോകാമെന്ന് കരുതിയപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൊണ്ടുപോയി പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ നമ്മളെല്ലാം പഠിപ്പിക്കണം. അതെല്ലാം നമ്മുടെ സാന്നിധ്യത്തിലായിരിക്കണം. ഇതുപോലെയൊക്കെ കുളിക്കാനും കളിക്കാനൊക്കെ പോവുകയാണെങ്കിൽ മുതിർന്ന ആരുടെയെങ്കിലും സാന്നിധ്യത്തിലാവുന്നതായിരിക്കും കൂടുതലും നല്ലത്. എന്നാൽ നമുക്ക് ഒരുപാട് ബേജാർ ഒഴിവാകും. ഞാനൊക്കെ ഒരുപാട് ബേജാറുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കളിക്കാൻ അയക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. കുറച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് നോക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ. പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ അല്ലേ. അങ്ങനെ ഈ കുട്ടി മുങ്ങിയപാടെ കൂട്ടുകാരൊക്കെ കൂടി ഒച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു. ഈ കുട്ടികളുടെ നിലവിളി കേട്ടാണ് അവിടെ പുഴയോരത്തുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഓടിയെത്തി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുവെങ്കിലും സുബ്ഹാനല്ലാഹ്, കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പടച്ച റബ്ബേ, മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ കിടന്ന മകൻ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ പടച്ച റബ്ബേ, ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. ആ മക്കളുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ആ മാതാപിതാക്കൾ എത്രമാത്രം വേദന അനുഭവിക്കും റബ്ബേ. ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ മരണപ്പെട്ടിരുന്നു. പടച്ച റബ്ബേ, കുട്ടിയുടെ വസ്ത്രങ്ങളെല്ലാം ആ അലമാരയിൽ ഒതുക്കി വെച്ചിരുന്നു. പടച്ച റബ്ബേ, ആ ഉപ്പ ആ മോൻ്റെ വസ്ത്രങ്ങളൊക്കെ കാണിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, എൻ്റെ മകൻ്റെ ഗന്ധം അതിലുണ്ട് എന്ന്. പടച്ച റബ്ബേ, മക്കളില്ലാത്ത ജീവിതം ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ആ ഉപ്പയുടെ കരച്ചിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് റബ്ബേ. ആ മാതാവ് അവിടുന്ന് പൊട്ടിക്കരയുകയാണ് അത് കേട്ടപ്പോൾ. ഇതുപോലെ എത്ര മാതാപിതാക്കൾ കരയുന്നുണ്ടാകും റബ്ബേ. എത്ര മക്കളാണ് പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോയത്. പഠിച്ച റബ്ബേ, നമുക്കൊന്നും ഈ ഒരു വിധി വരുത്തല്ലേ റബ്ബേ. സഹിക്കാൻ പറ്റില്ല റബ്ബേ.
മക്കൾ മരണപ്പെട്ടാലുള്ള അവസ്ഥ ഞാൻ ആ വീട്ടിൽ നിന്ന് അനുഭവിച്ചതാണ് റബ്ബേ. ഇതുപോലെ എത്ര എത്ര മാതാപിതാക്കളായിരിക്കും റബ്ബേ ഇതുപോലെ കഷ്ടപ്പെടുന്നത്. ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് മറക്കാൻ പറ്റില്ല റബ്ബേ. പടച്ച റബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. അവരില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലൊക്കെ വന്നു പെടാം റബ്ബേ. നീ തന്നെ അവരെ കാക്കണേ റബ്ബേ. നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ അവരിൽ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. അല്ലാ സഹിക്കാൻ പറ്റൂല റബ്ബേ, സഹിക്കാൻ പറ്റൂല. ഈ മോൻ്റെ മയ്യത്ത് മാട്ടൂൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് വൈകുന്നേരത്തോടെ ആയിപ്പോയ മന്ന മസ്ജിദിലെ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഖബർസ്ഥാനിയിൽ ഖബറടക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കണം. ഞങ്ങൾ നിങ്ങളോട് മരിച്ച മയ്യത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് ദുആ ചെയ്യാം. പടച്ച റബ്ബ് ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അർഹമുറഹീമായ റബ്ബേ, പടച്ച റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ ആ മകനെ റബ്ബേ. റബ്ബേ, ആഖിറത്തിൽ ആ മാതാപിതാക്കൾക്ക് ആ മോൻ ഒരു മുതൽക്കൂട്ടാവണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരല്ലേ റബ്ബേ. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റൂല റബ്ബേ, സഹിക്കാൻ പറ്റൂല. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ ഇതുപോലെ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. 1, 2, 3 വയസ്സുള്ള ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ഇതുപോലെ എത്ര എത്ര മാതാപിതാക്കൾ കരയുന്നുണ്ടാകും റബ്ബേ. അവരൊക്കെ ഖബറിന്റെ കരയിലായിരിക്കും റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നീ കൊടുക്കണേ റബ്ബേ. നാടിനും വീട്ടിനും ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹങ്ങളായ മക്കളാക്കി തരണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരല്ലേ റബ്ബേ. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. തട്ടിക്കളിയല്ലേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. തട്ടിക്കളിയല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.